പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷൈനി. ഞങ്ങൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ മോനപ്പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം ആയിരുന്നു. കുഞ്ഞുങ്ങളില്ലായിരുന്നു. പലവിധ ചികിത്സകളും നടത്തി, എന്നാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. സൗദി അറേബ്യയിലെ ഡോക്ടറും അതുപോലെ ഇവിടെ തിരുവനന്തപുരത്തുള്ള ഡോക്ടറും പറഞ്ഞു ഇനിയും എന്നിൽ നിന്നും ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകുകയില്ല എന്ന്. അങ്ങനെ വളരെ ഇനിയും ദൈവം എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ നിനക്കൊരു കുഞ്ഞുണ്ടാകുകയുള്ളൂ എന്ന് എല്ലാ ഡോക്ടേഴ്സും വിധി എഴുതിയിരുന്നു. ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ഡോക്ടേഴ്സിന് ഇത് തെറ്റുപറ്റിയിരിക്കാം. ഞാൻ ഡൽഹിയിലുള്ള ഒരു ഡോക്ടറുമായി ബന്ധപ്പെട്ടു. ആ ഡോക്ടറും എൻ്റെ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞു നിന്നിൽ നിന്നും ഇനി ഒരു കുഞ്ഞുണ്ടാകുവാൻ യാതൊരു ചാൻസും ഇല്ല എന്ന്. അപ്പോൾ ഞാൻ ദൈവത്തിൽ കൂടുതൽ ശരണപ്പെട്ടു. അങ്ങനെ ഇരിക്കെ വളരെ യാദൃച്ഛികമായി ജീവൻ TV-യിലൂടെ ദേവസ്യ സാറിൻ്റെ വചനം കേൾക്കുവാൻ ഇടയായി. ദേവസ്യ സാറിനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു ഞാൻ. അങ്ങനെ ഏകദേശം 2 മാസം ഞാൻ ഈ വചനം ശ്രവിച്ചു TV-യിലൂടെ. അപ്പോൾ ആ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ എഴുതിയെടുത്തു. പലതവണ സാറിനെ കോണ്ടാക്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു, എങ്കിലും കിട്ടിയില്ല. അവസാനം വീണ്ടും ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു, അങ്ങനെ കിട്ടി. സാർ അപ്പോൾ എന്നോട് പറഞ്ഞു നീ 100 ദിവസം എന്നെ ഫോണിൽ കൂടി എന്നെ വിളിക്കണം, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന്. ആദ്യം ഞാൻ വിചാരിച്ചു വിളിച്ചത് വലിയ അബദ്ധമായി പോയല്ലോ, 100 ദിവസം എങ്ങനെയാണ് വിളിക്കുക എന്നൊക്കെ. വീണ്ടും അങ്ങനെ വിളിച്ചു. ഓരോ ദിവസത്തെ പ്രാർത്ഥനയിലൂടെയും എനിക്ക് കൂടുതൽ കൂടുതൽ ശക്തി ലഭിച്ചുകൊണ്ടിരുന്നു. വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നു വന്നു. അങ്ങനെ 100 ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വളരെ അത്ഭുതമെന്ന് പറയട്ടെ, യാതൊരു ചികിത്സയോ ഒന്നുമില്ലാതെ ഞാൻ ഗർഭിണിയായി. സാറിൻ്റെ വലിയ പ്രാർത്ഥനയിലൂടെ ഡിസംബർ 9 ഞാൻ ഗർഭിണിയാണ് എന്ന് അറിയാൻ സാധിച്ചു. തുടർന്നും സാർ പറഞ്ഞു ഇനി പ്രസവിക്കുന്നത് വരെയും നീ എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം, നിനക്ക് വേണ്ടി എന്ന് ഞാൻ പ്രാർത്ഥിക്കും എന്ന്. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല. സാർ എനിക്ക് വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു. സാർ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് നിനക്ക് വേണ്ടി മാത്രമാണ്, ഇതിനു മുമ്പ് ആർക്കും ഇങ്ങനെയൊരു ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന്. തുടർന്ന് ഗർഭിണിയായിരിക്കെ 6 മാസമായപ്പോൾ സാർ പറഞ്ഞു നിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് ഒരു പെൺകുഞ്ഞാണ് എന്ന്. അതുപോലെ തന്നെ ജൂലൈ ദൈവം ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. പ്രാർത്ഥിച്ച സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ സാറിൻ്റെ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. സ്നേഹിതരെ, ഇങ്ങനെ പറയാനുള്ള കാരണം ഈ കുട്ടിയുടെ ഫോൺ കിട്ടിയ ആദ്യത്തെ ദിവസം തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കത്തക്ക വണ്ണം എൻ്റെ മനസ്സിലും ശരീരത്തിലും പിശാച് ദ്രോഹങ്ങൾ ആരംഭിച്ചു. എനിക്ക് ആ ആഴ്ചയിൽ തന്നെ അതിശക്തമായ ഉദര രോഗങ്ങളായി. പിശാചിനെതിരെ കടുത്ത മത്സരത്തോടുകൂടി വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിറ്റേ ആഴ്ചയിൽ ചങ്കുവേദന, നെഞ്ചുവേദന അഥവാ ഇതെല്ലാമായി. പിശാചിൻ്റെ കടുത്ത പോരാട്ടത്തെ 2 കൊരിന്ത്യർ 10:4 പറഞ്ഞതുപോലെ വചനത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വളരെയേറെ ദാഹത്തോടുകൂടി ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാരണം സൗദി അറേബ്യ ആണ് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലാൻ പാടില്ലാത്ത, അത്ര ഒന്നും പാടില്ലാത്ത രാജ്യമാണ്. സൗദി അറേബ്യയിലാണ് ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ആവശ്യം. ഈ പെണ്ണിനും ചെറുക്കനും ഒരു കൊച്ചുണ്ടായതിലൂടെ കുറഞ്ഞതൊരു 10,000 ആളെങ്കിലും അവിടെയുള്ളവരത് അറിഞ്ഞു. കുഞ്ഞുമക്കളുള്ളവരെന്നോ ഇല്ലാത്തവരെന്നില്ലാതെ നിരവധി പേർ ഇവിടെയും പല സ്ഥലത്തും വന്ന് ഇത്തരം ദൈവദാസന്മാരുടെ അടുത്ത് വന്ന് മാനുഷിക ആത്മീയ കൃപകൾ ഇന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. 18 തവണ ഈ കുട്ടിയുടെ ഗർഭപാത്രത്തെ ഇടിക്കുവാൻ പിശാച് കയ്യും ചുരുട്ടിയിരിക്കുന്നത് ഞാൻ കണ്ടു. 6ാമത്തെ മാസത്തിലാണ് ഞാനിത് പ്രാർത്ഥനയിൽ ദർശനത്തിൽ കണ്ടത്. അപ്പോൾ ഞങ്ങൾ കൂടുതൽ തേജസ്സോടുകൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ഷൈനിയും ഷൈനിയുടെ ഭർത്താവും എന്നെ എപ്പോൾ ഫോൺ വിളിച്ചാലും കിട്ടാൻ വേണ്ടി ഇവർക്ക് കുഞ്ഞുണ്ടായി പ്രസവിക്കുന്നിടം വരെ എൻ്റെ പോക്കറ്റിലുള്ള മൊബൈൽ ഫോൺ ഓണാക്കി വെച്ചുകൊണ്ട് മാത്രമേ ഞാൻ വചനം പോലും പ്രസംഗിക്കുമായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ വിളിക്കണമെന്ന അർത്ഥത്തിൽ മൊബൈൽ ഫോൺ ഓണാക്കി പ്രസംഗം കേൾപ്പിച്ചു കൊടുക്കും ഷൈനിയെ. പിന്നീട് അവർ എന്നെ വിളിക്കും, പ്രാർത്ഥിക്കും. ഇതെല്ലാം പിശാചുക്കൾ അവളുടെ ഓമ്പിനെ, ഗർഭപാത്രത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ദർശനത്തിൽ കണ്ടതുകൊണ്ടാണ്. ആ ഇടയിലുള്ള ശക്തിയുള്ള ഒരു നിരന്തര പ്രാർത്ഥനയിൽ കർത്താവ്
ഒരു പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ അരികത്തൊരു പെൺകുഞ്ഞിരിക്കുന്നതായി ദർശനം തന്നു. താമസിയാതെ ഈ ഷൈനിയും ഭർത്താവും എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിൻ്റെ വയറ്റിൽ ഒരു പെൺകുഞ്ഞാണ് ജനിച്ചിരിക്കുന്നത് എന്ന്. അത് സത്യമാണെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളും സാക്ഷ്യപ്പെടുത്താൻ പറ്റുകയില്ലോ. ഈ ദൈവം സാത്താനെ ബന്ധിച്ചാലേ അസാധ്യമായ പലതും നിങ്ങൾക്ക് നേടാൻ പറ്റും.